ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ കാണിച്ചിരുന്ന നെക്ക് ഡിസൈൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ബ്രൈഡൽ ബ്ലൗസിൽ വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. ഇതിനു വേണ്ടി പാറ്റേൺ വരയ്ക്കണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് പാറ്റേൺ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗിവ് എവേയുടെ കാര്യം ആരും മറക്കണ്ട. മാർച്ച് 17 മുതൽ ഏപ്രിൽ 14 വരെയുള്ള വീഡിയോസിന്റെ കമന്റ്സിൽ നിന്നാണ് കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഒരു സബ്സ്ക്രൈബറേയും ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഒരു ഫോളോവറേയും സെലക്ട് ചെയ്തിട്ട് ബീഡ്സ് കിറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലായാലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം. 4mm ബീഡ്സ് യൂസ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തുന്നിയെടുക്കണം. 2 ബീഡ്സ് താഴെയും അതിന്റെ സെന്ററിലായിട്ട് മുകളിൽ ഒരു ബീഡും. വീഡിയോയിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കണം. ഏത് ഷേപ്പ് നെക്കിലും നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. നീഡിൽ നമ്പർ 9 നോർമൽ ത്രെഡ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നെക്കിന്റെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. ബിഗിനേഴ്സിനും ഈസി ആയിട്ട് മനസ്സിലാവാനാണ് കേട്ടോ നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോണത്. ബാക്കി വർക്ക് കാണുന്നതിന് മുമ്പ് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ്, ബീഡ്സ് കിറ്റ്, കുന്തൻ സ്റ്റോൺസ്, ഗ്ലൂ പെൻ ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇതൊക്കെ ഓരോ ഓർഡർ പാക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് ആണ്. ഇനിയിപ്പോൾ ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെയർ ചെയ്യേണ്ടത് ലോങ് 2 ബീഡ് വെച്ചിട്ടാണ്. നോർമൽ 2 ബീഡിനേക്കാളും സൈസുള്ള 2 ബീഡാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വി ഷേപ്പിൽ നമുക്കിതൊന്ന് തുന്നിയെടുക്കണം. 2 ബീഡ്സ് കയ്യിലില്ലെങ്കിൽ നമുക്ക് 4-5 കട്ട് ബീഡ്സ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഈ ഒരു വി ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്ത് തുടങ്ങിയെന്നും അതുപോലെ തന്നെ ഓർഡേഴ്സ് എടുക്കാനൊക്കെ തുടങ്ങിയത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ട് കമന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. സ്കൂളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നീഡിൽ വർക്ക് എന്ന് പറഞ്ഞ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ തന്നെ നമുക്ക് നീഡിൽ വർക്ക്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ സമ്മർ വെക്കേഷനിലും എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ എംബ്രോയിഡറി ഒക്കെ പഠിക്കാനായിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോളേജിലായിരുന്ന ടൈമിലും ഇതിന്റെ കോമ്പറ്റീഷനൊക്കെ ഞാൻ പോയിരുന്നു. PG കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് വന്ന സമയത്ത് ഞാനൊരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് സാരി ആക്കിയിട്ട് സാരിയിലും ബ്ലൗസിലും വർക്ക് ചെയ്തിട്ട് ഞാൻ അന്ന് ഇട്ടിട്ട് പോയി. ഒരുപാട് പേര് നല്ല കോംപ്ലിമെന്റ്സ് പറഞ്ഞു കേട്ടോ. പിന്നെ അന്നത്തെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമുക്ക് ഓർഡേഴ്സ് വരാണ് ചെയ്തത്. ആ സാരിയിലെ വർക്ക് കണ്ടിട്ട് അതേ കളർ കോമ്പിനേഷനിൽ വർക്ക് വേണമെന്ന് പറഞ്ഞാണ് എനിക്ക് ആദ്യത്തെ ഓർഡർ വന്നത്. പിന്നെ അങ്ങോട്ട് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് കിട്ടി. വി ഷേപ്പ് തുന്നി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യം ചെയ്തിരുന്ന ലെയർ പോലെ തന്നെ 3 ബീഡ്സ് വെച്ചിട്ട് തുന്നിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തി നമുക്ക് ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങി. ആ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാരീസിലാണ് കേട്ടോ വർക്ക് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ മനസ്സമ്മതത്തിൻ്റെ ലെഹങ്കയിലൊക്കെ ഞാൻ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 വീക്സ് കൊണ്ട് നല്ല ഹെവി വർക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അന്ന് വെയർ ചെയ്തത്. അതിന് നമുക്ക് ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞിരുന്നു. നമ്മൾ ചെയ്ത വർക്ക്സ് കണ്ടിട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് മാരേജിന് ശേഷം ഒരുപാട് വർക്ക്സ് ഓർഡേഴ്സായിട്ട് വന്നിരുന്നു. ഇങ്ങനെ ഓർഡേഴ്സ് എടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇപ്പം ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ബാക്കി ഡിസൈൻ നോക്കാം. അതിനായിട്ട് ഇനി നമ്മൾ ഒരു ഡ്രോപ്പ് ബീഡ്, ഒരു 2mm ബീഡ്, 2 സൈഡിലോട്ട് സെൻറ്ററിൽ വരണം, ഇങ്ങനെ ഒന്ന് തുന്നിയെടുക്കുകയാണ് കേട്ടോ. ഈ 4 ടൈപ്പ് ബീഡ്സ് ആണ് നമ്മൾ ഈ ഒരു വർക്കിന് യൂസ് ചെയ്തത്. ഡ്രോപ്പ് ബീഡ്, 2mm ബീഡ്, 4mm ബീഡ്, 2 ബീഡ്. നമ്മൾ ഈ ലോങ് 2 ബീഡ് തുന്നിയെടുത്തതിൻ്റെ ജോയിൻറ്റിലായിട്ടാണ് നമ്മൾ ഈ ഡ്രോപ്പ് ബീഡും 2mm ബീഡും തുന്നി കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 4mm ബീഡ്സിൻ്റെ അവിടെ ഗ്യാപ്പായിട്ട് കിടക്കല്ലേ, അവിടെ നമ്മൾ ഒരു 4mm ബീഡും ഒരു 2mm ബീഡും ഇതും തുന്നിയെടുക്കണം. സിമ്പിൾ വർക്കാണ്, എന്നാൽ നമ്മൾ ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഹെവി ആയിട്ടാണ് കിട്ടുന്നത്. ബ്രൈഡൽ ബ്ലൗസിലൊക്കെ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സ്റ്റിച്ചുകളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നീഡിൽ ബീഡ്സ് കോർത്ത് കൊടുക്കുക, തുന്നിയെടുക്കുക. ഇനി അടുത്തത് വരുമ്പോൾ ഒരു 4mm ബീഡും ഒരു 2mm ബീഡും, അതിൻ്റെ അടുത്തത് ഡ്രോപ്പ് ബീഡും 2mm ബീഡും, അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കണം. ഇനിയും ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട്, എന്നാലും ചെയ്താൽ ശരിയാവോ എന്നൊക്കെ ഡൗട്ടായിട്ട് ഇരിക്കണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത്രയ്ക്ക് ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുക. എപ്പോഴും നമ്മുടെ വർക്ക്സിന് വരുന്ന കമൻസ് ആണ് നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ വർക്ക്സ് ഒക്കെ വരണേന്നുള്ളത്. പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ വർക്ക്സ് ഒക്കെ നീറ്റായിട്ട് വരാം. ആദ്യത്തെ ഒരു തവണ ട്രൈ ചെയ്തിട്ട് അത്രയ്ക്ക് ഭംഗിയായിട്ട് വന്നില്ല എന്ന് വിചാരിച്ച് ആരും സ്റ്റോപ്പ് ചെയ്ത് പോകരുത്. പിന്നെയും ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓർഡേഴ്സും ഒരുപാട് ഉണ്ടാവട്ടെ. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ബീഡ്സ് വാങ്ങാനായിട്ട് മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറയാറുണ്ട് ഇവർ പണ്ട് ഇതൊക്കെ ചെയ്തിരുന്നു പിന്നെ നിർത്തി വെച്ചേക്കായിരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. ബീഡ്സ് കിറ്റ് പ്രൈസ് ആയിട്ട് കിട്ടാനായിട്ട് കമൻറ്റ് ചെയ്യുന്ന കാര്യം ആരും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.